ഇത് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് റിങ്സ് ആണ്. ഇതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, അപ്പോൾ അത് ഞാൻ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈബ്രിഡ് റിംഗ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു ടൈപ്പ് ഓഫ് വേവ് ഗൈഡ് ജംഗ്ഷൻ ആണ്. ഇത് കൂടുതലും നേരത്തെ നമ്മൾ പഠിച്ച ഇ പ്ലെയിന്, എച്ച് പ്ലെയിന്, മാജിക് ടീ, ഡയറക്ഷൻ കപ്ലർ പോലെ തന്നെയുള്ള ഒരു ഹൈബ്രിഡ് റിംഗ് ആണ്. അപ്പോൾ ഹൈബ്രിഡ് റിംഗ് ഇതിന് വേറൊരു പേരുണ്ട്, റാറ്റ് റേസ് കപ്ലർ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ ജംഗ്ഷനെ ഹൈബ്രിഡ് റിങ്സിനെ നമ്മൾ റാറ്റ് റേസ് കപ്ലർ എന്നും പറയും. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ 4 പോർട്ടാണുള്ളത്. അതായത് ഇതിന് 4 പോർട്ട് എന്ന് പറഞ്ഞാൽ P1, P2, P3, P4. അപ്പം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ P1ഉം P2ഉം തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് അല്ലെങ്കിൽ ലാംഡ ഡിഫറൻസ് എന്ന് പറയുന്നത് λ/4ഉം, P2 to P3 തമ്മിൽ λ/4ഉം, P3 to P4 λ/4ഉം, P4 to P1 എന്ന് പറയുന്നത് 3 λ/4. ഇതിൽ P1, P2, P3, P4 എന്ന് പറഞ്ഞാൽ ഓരോ പോർട്ടുകളാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന പോർട്ടുകളിൽ ഇൻപുട്ട് സിഗ്നൽ, മൈക്രോവേവ് സിഗ്നൽ കൊടുക്കുമ്പോൾ ഇത് പല പോർട്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ചിലതിൽ ഔട്ട്പുട്ട് കിട്ടും, ചിലതിൽ ഔട്ട്പുട്ട് കിട്ടത്തില്ല. അതാണല്ലോ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ജംഗ്ഷനിലും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇതിനകത്തും കൺസിഡർ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സർക്കുലർ മോഷൻ ആയതുകൊണ്ട് മൂവ്മെന്റ് ഓഫ് ദ റിംഗ് വേവ് എന്ന് പറയുന്ന ഒരു സർക്കുലർ മോഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒബ്സ്ട്രക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വേവിന് ഒന്നെങ്കിൽ ക്ലോക്ക് വൈസിന് ട്രാവൽ ചെയ്യാം അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിന് ട്രാവൽ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് വേവ് വരുന്ന അതായത് 2 ഡയറക്ഷനിലും ഒന്നെങ്കിൽ ക്ലോക്ക് വൈസിലും ട്രാവൽ ചെയ്യാം അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലും ട്രാവൽ ചെയ്യാം. അപ്പോൾ 2 രീതിയിലും ട്രാവൽ ചെയ്യുന്ന വേവ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഓരോ പോർട്ടിലും വരുന്നത്. അപ്പോൾ അതിൻ്റെ ആസ് എ റിസൾട്ട് ഡ്യൂ ടു ദീസ് ഫേസ് ഡിഫറൻസ്, അതായത് ഈ പാത്ത് ഡിഫറൻസ് കാരണം തന്നെ 2 ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന സിഗ്നലിന് തമ്മിൽ ഫേസ് ഡിഫറൻസ് കാണും. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ അവ കമ്പൈൻ ചെയ്യും, ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ആയി പോകും. അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് റിംഗിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ 4 പോർട്ടുകളുണ്ട്. പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3, പോർട്ട് 4. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ പോർട്ട് 1ഉം പോർട്ട് 2ഉം സെപ്പറേറ്റഡ് ബൈ λ/4, പോർട്ട് 2 to പോർട്ട് 3 സെപ്പറേറ്റഡ് ബൈ λ/4, പോർട്ട് 3 to പോർട്ട് 4 സെപ്പറേറ്റഡ് ബൈ λ/4. അതുപോലെ തന്നെ പോർട്ട് 1 to പോർട്ട് 4 എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ബൈ 3 λ/4 ആണ്. ഇതെല്ലാം ഈക്വൽ ആണെങ്കിൽ P1ഉം P4ഉം തമ്മിലുള്ള വ്യത്യാസമുണ്ട് 3 λ/4. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പോർട്ട് 1ൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പോർട്ട് 2ലും പോർട്ട് 4ലും വരും, പക്ഷേ പോർട്ട് 3ൽ വരില്ല. പോർട്ട് 3ൽ വരാത്ത കാരണം ഇത് തന്നെയാണ്. കാരണം നമുക്കറിയാം ഒരു സിഗ്നൽ, ഒരു മൈക്രോവേവ് സിഗ്നൽ ഈ പോർട്ട് 1ലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിന് ക്ലോക്ക് വൈസ് ആയിട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്ലോക്ക് വൈസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതും തമ്മിൽ പാത്ത് ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് പോർട്ട് 3ലെ ഔട്ട്പുട്ട് കിട്ടാത്തത്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പോർട്ട് 1ൽ ഒരു സിഗ്നൽ കൊടുത്താൽ പോർട്ട് 2ലും പോർട്ട് 4ലും കിട്ടും, പക്ഷെ പോർട്ട് 3ൽ കിട്ടില്ല. അതുപോലെ തന്നെ പോർട്ട് 3ൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് 1ൽ കിട്ടില്ല, പക്ഷെ പോർട്ട് 2ലും പോർട്ട് 4, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിൽ വരത്തില്ല. ഇപ്പൊ നമ്മൾ പോർട്ട് 2ലാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പോർട്ട് ഏതാണ്? പോർട്ട് 4. അപ്പൊ അതിൽ ഏതായാലും സിഗ്നൽ വരില്ല. അതിന് പകരം അതിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള പോർട്ട് 1ലും പോർട്ട് 3ലും സിഗ്നൽ കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. So this junction has 4 ports with upper 3 ports separated by λ/4 and lower 2 ports, അതാണ് lower 2 ports ആണ് separated by 3 λ/4. ഇനി ഒരു വേവ് നമ്മൾ പോർട്ട് 1ലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് അപ്പിയർ അറ്റ് പോർട്ട് 3. കണ്ടോ, പോർട്ട് 1ൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും പോർട്ട് 3ൽ വരില്ല. പിന്നെ എവിടെ വരുള്ളൂ? പോർട്ട് 2ലും പോർട്ട് 4. അപ്പോൾ പോർട്ട് 2ലും പോർട്ട് 4ലേ വരത്തുള്ളൂ, പോർട്ട് 3ൽ വരില്ല. പോർട്ട് 3ൽ വരാത്ത കാരണം എന്ന് പറഞ്ഞാൽ മെയിൻലി ഡ്യൂ ടു ഫേസ് ഷിഫ്റ്റ്. അത് നമ്മൾ നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ പോർട്ട് 1ൽ ഒരു സിഗ്നൽ വന്നു. അപ്പോൾ ഈ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സിഗ്നലിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? λ/4 പ്ലസ് λ/4. അതെന്ന് പറയുന്നത് എന്താണ്? 2 λ/4. ഇനി ഈ സിഗ്നൽ ഇങ്ങനെ ട്രാവൽ ചെയ്തു, ഇനി തിരിച്ച് ഇങ്ങനെയും ട്രാവൽ ചെയ്യാലോ. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 λ/4 പ്ലസ് 4 λ/4. അപ്പൊ ഈ തമ്മിൽ 2 λ/4 മൈനസ് 4 λ, അതായത് 4 λ/4 മൈനസ് 2 λ/4 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് പാത്ത് ഡിഫറൻസ് വരുന്ന λ/2 ആണ്. എന്ന് പറഞ്ഞാൽ ഈ 2 സിഗ്നലും തമ്മിലുള്ള ഒരു പാത്ത് ഡിഫറൻസ് λ/2 ആണെങ്കിൽ ഫോർ എ പാത്ത് ഡിഫറൻസ് ഓഫ് λ/2 ദർ വിൽ ബി എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ വരുന്ന സിഗ്നൽ ഈ സിഗ്നലും തമ്മിലൊരു പൈ ഡിഫറൻസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? അവ തമ്മിൽ ക്യാൻസൽ ആയി പോകില്ല. അതുകൊണ്ടാണ് പോർട്ട് 1ൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് 3ൽ വരും, പക്ഷെ പോർട്ട് 2ലും പോർട്ട് 4ലും വരില്ല. ഇതേ സെയിം കേസാണ് ഇവിടെ ഈ ഒരു സിഗ്നൽ കൊടുത്താലും എവിടെ വരും? പോർട്ട് 1ൽ വരത്തില്ല, പക്ഷെ 2ലും 4ലും വരും. അതുപോലെ തന്നെ ഇവിടെ ആലോചിച്ചാലും പോർട്ട് 2ൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് 4ൽ വരില്ല, പക്ഷെ പോർട്ട് 1ലും പോർട്ട് 3ലും വരും. വരാത്തതിന്റെ കാരണം
ഇതിന്റെ ഡയഗണൽ ആയിട്ട് വരുന്ന ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഡയഗണൽ അല്ല സോറി ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പോർട്ടുകളിൽ പാർട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് λ/2, അതായത് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരും. അതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോർട്ടിൽ വരില്ല, ബാക്കിയുള്ളതിലെല്ലാം വരും. ഇതാണ് ഹൈബ്രിഡ് റിംഗിന്റെ വർക്കിംഗ്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ എസ് മെട്രിക്സ് ആണ്. അപ്പൊ 4 പോർട്ട് ഉള്ളത് കൊണ്ട് 4/4 എന്ന് പറയുമ്പോൾ സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് 16 എലമെന്റ്സ് വരും. അപ്പൊ 16 എലമെന്റ്സ് ആണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ ഇവിടെ നേരത്തെ പോലെ തന്നെ നമ്മളെല്ലാം കൺസിഡർ ചെയ്യുവാണ്, എല്ലാം പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണ്. പെർഫെക്റ്റ്ലി മാച്ച്ഡ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആവും. അതാണ് S11, S22, S33, S44. അപ്പൊ അതെല്ലാം 0 ആയിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ എല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു എസ് മെട്രിക്സ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? SIJ = SJI. ഇതെല്ലാത്തിലും നമ്മൾ കൺവെൻഷൻ എടുത്താണ്. അപ്പൊ അത് ഇവിടെയും ബാധകമാണ്. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർക്കിംഗ് അനുസരിച്ച് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പോർട്ട് 1 ഒരു സിഗ്നൽ കൊടുത്താൽ പോർട്ട് 3 വരില്ല. അതാണ് S31. S31 എന്ന് പറഞ്ഞാൽ പോർട്ട് 1 ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് പോർട്ട് 3. അങ്ങനെ ഒരു ഇതില്ല. അതാ ഞാൻ പറഞ്ഞത്, പോർട്ട് 1 കൊടുത്താൽ പോർട്ട് 3 കിട്ടില്ല. അതുകൊണ്ടാണ് S31 0 ആവുന്നത്. അതുപോലെ തന്നെ തിരിച്ചും പറയാം, പോർട്ട് 3 ഒരു ഇൻപുട്ട് കൊടുത്താൽ പോർട്ട് 1 വരില്ല. അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ S13 = 0 എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാം S24 എന്ന് പറഞ്ഞാൽ എന്താ? പോർട്ട് 4 ഇൻപുട്ട് കൊടുക്കുന്നു, പോർട്ട് 2 ഔട്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്, അപ്പൊ അവിടെ ഇല്ല. അതുപോലെ തന്നെ S42 എന്ന് പറഞ്ഞാൽ പോർട്ട് 2 ഇൻപുട്ട് കൊടുക്കുന്നു, പോർട്ട് 4 നിന്ന് ഔട്ട്. അതും ഇല്ല. അതുകൊണ്ടാണ് ഈ 4 കോഎഫിഷ്യന്റ് 0 ആവും. പിന്നെ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോർട്ട് 1 ഒരു ഇൻപുട്ട് നമ്മൾ 2 കൊടുക്കുന്നതും പോർട്ട് 1 കൊടുത്ത് പോർട്ട് 4 എടുക്കുന്നതെന്ന് പറയുന്നത് ഔട്ട് ഒരു നെഗറ്റീവ് ഫേസ് സിഗ്നൽ കാണും, പക്ഷെ ഒരു നെഗറ്റീവ് ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് S21 - S41. കാരണം എന്താന്ന് വെച്ചാൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഒന്ന് മേളിലേക്ക് പോകുന്നതും ഒന്ന് ഈ ഡയറക്ഷനാണ്, ഒന്ന് ഈ ഡയറക്ഷനും ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കാരണം ഒന്ന് ഇങ്ങനെ പോകുന്നതും ഒന്ന് ഇങ്ങനെ പോകുന്നു, അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് എടുത്തേക്കണം. അപ്പൊ ഇത്രയും മാത്രം കണ്ടീഷൻസ് എല്ലാം എടുത്തിട്ട് ഈ എസ് മെട്രിക്സിൽ കൊടുത്തു. അപ്പൊ എസ് മെട്രിക്സിൽ കൊടുക്കുമ്പോൾ നമുക്ക് 0 കൊടുക്കേണ്ട വാല്യൂസ് എല്ലാം 0 കൊടുത്തു. പിന്നെ സിമെട്രിസിറ്റി അപ്ലൈ ചെയ്തു, അതായത് SIJ = SJI എന്ന് പറഞ്ഞാൽ എന്താ? S12 തന്നെയായിരിക്കും എന്താ S21. നോക്ക്, ഇത് S12 അല്ലേ, അപ്പൊ S21ന്റെ പൊസിഷനിൽ എന്ത് തന്നെ എഴുതി? S12 എഴുതി. അപ്പൊ അത് നേരത്തെ നമ്മൾ അതേ ചെയ്ത മെത്തേഡിൽ തന്നെ അതുപോലെ കൊടുത്തു. പിന്നെ ഈ വാല്യൂസിന് 0 കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ കണ്ടീഷനും ഇവിടെ കൊടുത്തു. അതുപോലെ തന്നെ S21 = -S41. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ ഈ 2 കേസും വരുമല്ലോ, അപ്പം ആ കേസിലാണ് ഇതിന്റെ മൈനസ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുവാണ്. അപ്പൊ അതിന്റെ ഈക്വലന്റ് ആയതുകൊണ്ട് ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ചെയ്യുന്ന പോലെ മെട്രിക്സ് S × മെട്രിക്സ് S* എടുക്കുക. ഇത് നേരത്തെ വീഡിയോസ് എല്ലാം കണ്ടവർക്കാണെങ്കിൽ ഇത് വേഗം മനസ്സിലാവും. ഇല്ല, നിങ്ങൾ നേരത്തെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നേരത്തെ എല്ലാം ചെയ്ത പോലെ തന്നെ മെട്രിക്സ് എടുക്കുക, അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക, = I എന്ന് കൊടുക്കുക. പിന്നെ നേരത്തെ എടുത്ത അതേ കൺവെൻഷൻ, അതായത് നമ്മൾ ആദ്യം R1 C1 എടുക്കുന്നു. അപ്പൊ R1 C1 എന്ന് പറയുമ്പോൾ റോ 1 × കോളം 1. അപ്പൊ റോ 1 എന്ന് പറയുമ്പോൾ S12 × S12* പ്ലസ് -S12 × -S12* റോ 1 കോളം 1 വാല്യൂ എന്താണ്? 1. അപ്പൊ ഇത് റിയൽ ഇൻറ്റു കോൺജുഗേറ്റ് എന്ന് എടുക്കുമ്പോൾ ദാറ്റ് ഇസ് ഈക്വലന്റ് ടു എന്താണ്? മോഡുലസ് സ്ക്വയർ ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് സോൾവ് ചെയ്ത് S12² + S12² = 1 എന്ന് കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് S12ന്റെ വാല്യൂ 1/√2 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താണ്? R2 × C2. R2 × C2 എന്ന് പറഞ്ഞാൽ റോ 2 × കോളം 2. ഇതാണ് റോ 2ഉം ഇത് കോളം 2. അപ്പൊ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. റോ 2 കോളം 2യുടെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ആ കേസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇവിടെ കൊടുത്ത് നമുക്ക് S23 കിട്ടി. പിന്നെ S23 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ R3 C3 എടുക്കുക. R3 C3 എന്ന് പറഞ്ഞാൽ റോ 3 × കോളം 3. അപ്പൊ അവിടെ നമ്മൾ വാല്യൂ കൊടുത്തു. അടുത്തത് റോ 4 × C4, അതായത് R4 × C4. അപ്പൊ ഇങ്ങനെ എല്ലാം ചെയ്ത് നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ആ കിട്ടിയ വാല്യൂസിനെ ഇതിലായി പറയുന്ന നേരത്തെ ആ ജനറലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എസ് മെട്രിക്സ് ഓഫ് ഹൈബ്രിഡ് റിംഗ് കിട്ടി. അപ്പൊ ഇതിനകത്ത് ആകെ അറിഞ്ഞിരിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഹൈബ്രിഡ് റിംഗിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പോർട്ടിൽ ഔട്ട്പുട്ട് വരത്തില്ല. പിന്നെ ബാക്കി അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ളതിലേ വരുള്ളൂ. അതനുസരിച്ച് നമുക്ക് എസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യാവുന്നുള്ളൂ. ഇത്രയാണ് ഹൈബ്രിഡ് റിംഗിന്റെ വർക്കിംഗ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഇത് എപ്പോഴും ഒരു 4 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സിന് ചോദിക്കുന്നതാണ് തിയറിയിൽ. അതായത് വേവ് ഗൈഡ് കോർണർ ബെൻഡ് ട്വിസ്റ്റ്. ഇത് ആ പേര് തന്നെയുണ്ട്. നമുക്കിപ്പോൾ ഒരു സിഗ്നൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് പല ഡയറക്ഷനിലൂടെയൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ പല രീതിയിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ആ ജംഗ്ഷന്റെ എല്ലാ ഇടയ്ക്ക് കണക്ട് ചെയ്യുന്ന ഓരോ ഡിവൈസസ് ആണ് കോർണർ, ബെൻഡ്, ട്വിസ്റ്റ്. അപ്പൊ അതാണ് കോർണർ എന്ന് പറഞ്ഞാൽ ഈ പടം നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് കോർണർ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പടം.
ഇതാണ് എയും ബിയും ആണ് കോർണർ. കണ്ടോ, കോർണർ പോർഷനിൽ ഇങ്ങനെ ഒരു വേവ് വരുമ്പോൾ സിഗ്നലിന് ഡിസ്റ്റോഷൻ ഇല്ലാതെ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വേവ് ഗൈഡ് കോർണേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ വന്ന് സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആവാതെ എഫക്റ്റീവായിട്ട് സിഗ്നലിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഈ ഡിവൈസസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോയിന്റ്സ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കോർണർ എന്ന് പറയുന്നത് ആണ്, ഇത് ഒരു കോർണറാണ്, ഇത് അടുത്ത കോർണറാണ്. സോ എ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഇ പ്ലെയിൻ കോർണർ. അങ്ങനെ ഇ പ്ലെയിൻ എന്ന് പറയുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്, എച്ച് പ്ലെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന് ഇക്ക് പാരലായിട്ടാണ് ഈ കോർണർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദിസ് ഇസ് നോൺ എസ് ഇ പ്ലെയിൻ കോർണറും ഇതെന്ന് പറയുന്ന എച്ച് പ്ലെയിൻ കോർണർ. എച്ച് പ്ലെയിൻ കോർണർ എന്ന് പറഞ്ഞാൽ എച്ചിന് പാരലായിട്ട്. അപ്പൊ എച്ച് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ പാരലായിട്ടുള്ള രീതിയിലുള്ള വേവ്സ് ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എച്ച് പ്ലെയിൻ കോർണർ കണക്ട് ചെയ്യും. ഇത് ഈ പ്ലെയിൻ കോർണർ കണക്ട് ചെയ്യുന്ന എന്തിനാ, സിഗ്നൽ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ വിത്തൗട്ട് റിഫ്ലക്ഷൻസ് കുറവായിട്ട് എഫക്റ്റീവ് ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയാണ് ഈ കോർണേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് കോർണർ. അടുത്ത ബെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സിഗ്നലിനെ ഒന്ന് ബെൻഡ് ചെയ്യണം. കണ്ടോ, ഈ പടത്തിൽ തന്നെയുണ്ട്, ഒന്ന് വളയ്ക്കണം. സോ ബെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ജോയിന്റ് ആണ് ബെൻഡ്. അതാണ് ഈ ഒരു പടം കാണിച്ചേക്കണാണ് ബെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബെൻഡിന്റെ ഡിപ്പെൻഡ് എത്രമാത്രം വളയണം, എത്രമാത്രം ബെൻഡ് വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ റേഡിയസ് ആണ്. അപ്പൊ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ ഈ അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഈ 4 പടവും വരയ്ക്കാൻ പഠിച്ചു വെക്കണം. അതിനാണ് ഏറ്റവും മാർക്ക്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ കോർണറിന്റെ പടം വരയ്ക്കുക, ഇത് എന്തിനാന്ന് എഴുതുക, അത്രയും മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരിക്കുക. നമുക്കറിയാലോ ഒരു സാധനം, കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ പഠിപ്പിച്ച ഐസൊലേറ്ററിലെ ട്വിസ്റ്റ് യൂസ് ചെയ്തിരുന്നു. അപ്പൊ ഈ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോളറൈസേഷൻ മാറ്റണം. അതായത് ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സിഗ്നൽ 90 ഡിഗ്രി പോളറൈസേഷൻ ആണെങ്കിൽ അത് 45 ഡിഗ്രിയിലൊക്കെ ആക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്വിസ്റ്റ്. സോ ഇതാണ് ഈ 4 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഇ പ്ലെയിൻ കോർണർ, എച്ച് പ്ലെയിൻ കോർണർ, അടുത്തെന്ന് പറയുന്നത് ഒരു ബെൻഡ്, പിന്നെ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ്. അപ്പൊ ഇതിന്റെ തിയറി ചോദിക്കുമ്പോൾ ജസ്റ്റ് ഈ പടവും എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് കോർണേഴ്സ്, അതായത് വേവ് ഗൈഡ് കോർണേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇറ്റ് ഈസ് യൂസ് ടു അറേഞ്ച് ദ വേവ് ഗൈഡ്. അതായത് നമുക്ക് വെൻ യൂസിങ് വേവ് ഗൈഡ് ബെൻഡ്സ് ആൻഡ് ട്വിസ്റ്റ്, എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു എൻഷുർ ദ ബെൻഡിങ് ആൻഡ് ട്വിസ്റ്റിംഗ് ഈസ് അക്കംപ്ലിഷ്ഡ് ഇൻ ദ കറക്റ്റ് മാനർ. അതായത് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ വിത്തൗട്ട് ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അൺഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകണം. അതായത് ഡിസ്റ്റോർട്ടഡ് ആവരുത്. ഡിസ്റ്റോർട്ടഡ് ആവാതെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയും എഫക്റ്റീവ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ബെൻഡും കോർണർ യൂസ് ചെയ്യുന്നത്. സോ ദ സിഗ്നൽ ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ എനി ഡയറക്ഷൻ ഓർ ഇൻ എനി വേ വിത്തൗട്ട് ഓൾട്ടറിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന് വേണ്ടിയാണ് നമ്മൾ ഈ കോർണർ, ബെൻഡ്, ട്വിസ്റ്റ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഫീൽഡ് പാറ്റേൺ ഓൾട്ടർ ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇനി ട്വിസ്റ്റുകൾ കൂടുതൽ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ പോളറൈസേഷൻ മാറ്റണം. അതാണ് ഞാൻ പറഞ്ഞത്, 90 ഡിഗ്രിയിൽ നിന്ന് 45 ഡിഗ്രിയിലേക്ക് മാറ്റുക. അതായത് നമുക്ക് പോളറൈസേഷൻ, വേവിന്റെ പോളറൈസേഷൻ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ട്വിസ്റ്റ് യൂസ് ചെയ്യും. അപ്പൊ ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത്. പിന്നെ അതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ കണ്ടീഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ബെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഈ പടത്തിനകത്ത് തന്നെ അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ L is equal to 2n plus 1 into lambda g/4. ഇത് AG അല്ല കേട്ടോ, ദിസ് ഇസ് ലാംഡ ജി ആണ്. അപ്പൊ ലാംഡ ജി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ, അതായത് ഈ 2 കോർണർ എത്തുമല്ലോ, ഈ കോർണറിന്റെ പോർഷന്റെ എല്ല് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനോട് നിങ്ങൾ ഓർത്തിരിക്കണം. കണ്ടീഷൻ എന്ന് പറയുന്നത് 2n plus 1 into lambda g/4. അതായത് അതിന്റെ മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കണം, ലാംഡ g/4 ആയിട്ട് വേണം നമ്മളിത് ഡിസൈൻ ചെയ്യണം. അത്രയും മാത്രമേ ഓർക്കേണ്ടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബെൻഡ് എന്ന് പറഞ്ഞാൽ വളയ്ക്കുന്നതിൽ ഞാൻ പറഞ്ഞു ഈ ഒരു റേഡിയസ് ഒരു വലിയൊരു ഫാക്ടറാണ്. ആ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് R is equal to 1.5 into B. അത് ഈ ബെൻഡിനും 1.5 into A for H ബെൻഡും. എയും ബി എന്ന് പറയുന്നത് വേവ് ഗൈഡ് ബെൻഡിന്റെ ഡയമെൻഷൻസ് ആണ്. അതേ നോക്കി, ഇത് ഈ പടത്തിനകത്ത് തന്നെ കാണാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് R ആണ്. എ എന്ന് പറയുന്നത് ഈ ക്രോസ് സെക്ഷന്റെ ലെങ്ത്തും ബി എന്ന് പറയുന്നത് ഈ ക്രോസ് സെക്ഷനും ആണ്. അപ്പം ഇ പ്ലെയിനും എച്ച് പ്ലെയിനിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ വാല്യൂവും അതുപോലെ തന്നെ ആറും ആണ്. അപ്പൊ ആ 2 ഇക്വേഷൻസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പിന്നെ ട്വിസ്റ്റിനും ഓർക്കുക. ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാ, പോളറൈസേഷൻ മാറ്റാൻ. സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ്. ചെറിയൊരു ടോപ്പിക് ആണ്, പക്ഷെ ചിലപ്പോൾ മിക്കവാറും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ടത് ഈ 4 പടം വരയ്ക്കാനും പഠിക്കുക, ഇതിന്റെ യൂസ് എന്താന്ന് പറയാം, പിന്നെ ആ 2 ഇക്വേഷനും കൂടെ പഠിക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4ന്റെ ഹോൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഈ മൊഡ്യൂളിൽ ആകെ ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം ചോദിച്ചിരുന്നു. അതാണ് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതോടെ നമ്മൾ ഫുൾ പോർഷൻസ് ഓഫ് മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇത് കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റി, ഈ വർഷമല്ല, കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ വർഷത്തിൽ ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ ദ കപ്ലിംഗ്, ഡയറക്ടിവിറ്റി ആൻഡ് ഐസൊലേഷൻ ഇൻ dB ഓഫ് എ ലോസ്ലെസ് ഡയറക്ഷണൽ കപ്ലർ carrying the following incident power 40 milliwatt
Power at coupling port 10 milliwatt and power at decoupled port 0.1 milliwatt. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് കപ്ലിങ്, എന്താണ് ഡയറക്ടിവിറ്റി, എന്താണ് ഐസൊലേഷൻ, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡയറക്ഷൻ കപ്ലർ ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ച ഇക്വേഷൻ ആണ്. ആ ഇക്വേഷന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. ഡയറക്ഷൻ കപ്ലർ എന്ന് പറയുമ്പോൾ ഒരു 4 പോർട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതിന്റെ ഇത് പോർട്ട് 1, ഇത് പോർട്ട് 2, ഇത് പോർട്ട് 3, ഇത് പോർട്ട് 4. ഡയറക്ഷൻ കപ്ലർ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലൂടെ മാത്രം ഫോർവേഡ് ഫ്ലോ ആണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പോർട്ട് 1 ഒരു സിഗ്നൽ കൊടുത്താൽ പോർട്ട് 2 പോർട്ട് 4 വരും, പക്ഷെ പോർട്ട് 3 വരത്തില്ല. അപ്പോൾ പോർട്ട് 1 ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇൻപുട്ട് കൊടുക്കുന്നത് പോർട്ട് 1, പോർട്ട് 4 വരുന്ന പവറിനെ നമ്മൾ കപ്പിൾഡ് പവർ എന്ന് പറയും. പോർട്ട് 2 വരുന്ന പവറാണ് നമ്മുടെ റിസീവ്ഡ് പവർ എന്ന് പറയും. പോർട്ട് 3 വരുന്ന പവറാണ് നമ്മുടെ ബാക്ക്വേർഡ് പവർ, അതായത് തിരിച്ച് ബാക്ക്വേർഡ്. അപ്പൊ അത് വളരെ മിനിമം ആയിരിക്കണം. അപ്പൊ ഇവിടെ കുറച്ച് അപ്പൊ ആ രീതിയിൽ നമുക്ക് പഠിച്ചേക്കണ കുറെ ഇക്വേഷൻസ് ആണിത്. നമ്മളോട് കാണാൻ ചോദിച്ചേക്കണ 3 കാര്യങ്ങളാണ്. ഒന്ന് കപ്ലിംഗ് കോഎഫിഷ്യന്റ്, അതായത് കപ്ലിംഗ്, ഡയറക്ടിവിറ്റി, ഐസൊലേഷൻ. അപ്പൊ ഇത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സി ഇസ് ഈക്വൽ ടു, ഇത് കപ്ലിംഗ് ഫാക്ടറിന്റെ ഇക്വേഷൻ ആണ്. സി ഇസ് ഈക്വൽ ടു 10 log P1 by P4. P1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവർ, P4 എന്ന് പറഞ്ഞാൽ കപ്പിൾഡ് പവർ. അടുത്തത് അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻപുട്ട് പവർ എത്രയാണെന്നാ കൊടുത്തേണേ, 40 milliwatt ആണ് കൊടുത്തിട്ടുണ്ട്. പവർ അറ്റ് കപ്ലിംഗ് പോർട്ട്, പവർ അറ്റ് കപ്ലിംഗ് പോർട്ട് എന്ന് പറഞ്ഞാൽ P4ന്റെ ഔട്ട് എന്ന് പറയുന്നത് 10 milliwatt. പവർ ഡീകപ്പിൾഡ് എന്ന് പറയുന്നത് പോർട്ട് 3 ആണ്. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇൻസിഡന്റ് പവർ എന്ന് പറയുന്നത് P1, കപ്ലിംഗ് പോർട്ടിലെ പവർ എന്ന് പറയുന്നത് P4, ഡീകപ്പിൾ പോർട്ട് എന്ന് പറയുന്നത് P3. ഇത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് P1 ഉണ്ട്, P3 ഉണ്ട്, P4 ഉണ്ട്. ഇനി നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി കപ്ലിംഗ് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സി ഇസ് ഈക്വൽ ടു 10 log P1 by P4. P1 എന്ന് പറഞ്ഞാൽ 40 milliwatt, P4 എന്ന് പറയുന്നത് 10 milliwatt. അപ്പൊ അത് DBയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സി കിട്ടി. അടുത്തത് എന്ന് പറഞ്ഞാൽ ഡയറക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 10 log P4 by P3. P4 ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ട്, P3 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 20 dB എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് കാണാൻ ചോദിച്ചേക്കുന്ന ഐസൊലേഷൻ ആണ്. ഐസൊലേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 10 log P1 by P3. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 26.02 dB. ഇനി ഇത് കൂടാതെ ഒരു റിലേഷൻ ഉണ്ട്, ഐസൊലേഷൻ. അതാണ് ഈ പറയുന്നത്. അതാണ്ടേ നമുക്ക് 3 കാര്യങ്ങളാണ് കാണാൻ ചോദിച്ചേക്കണേ, കപ്ലിംഗ്, ഡയറക്ടിവിറ്റി, ഐസൊലേഷൻ. ഐസൊലേഷന്റെ ഒരു റിലേഷൻ ഉണ്ട്. ഐസൊലേഷൻ ഇസ് ഈക്വൽ ടു ഡയറക്ടിവിറ്റി പ്ലസ് കപ്ലിംഗ് ഫാക്ടർ. അതിപ്പോ നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ നമുക്കിപ്പോൾ ഡയറക്ടിവിറ്റി കിട്ടിയത് 20ഉം കപ്ലിംഗ് ഫാക്ടർ കിട്ടിയത് 6.02 ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 26.02 dB. അപ്പൊ നമ്മളത് പ്രൂവ് ചെയ്തു. ദാറ്റ് ഇസ് ഐസൊലേഷൻ ഇസ് ഈക്വൽ ടു ഡയറക്ടിവിറ്റി പ്ലസ് കപ്ലിംഗ് ഫാക്ടർ. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനകത്ത് ആകെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ P1, P2, P3, P4 ഏതാന്ന് മനസ്സിലാക്കുക. P1 എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് പവർ, കപ്പിൾഡ് പോർട്ടിലെ പവർ എന്ന് പറഞ്ഞാൽ P4, ഡീകപ്പിൾഡ് പോർട്ട് എന്ന് പറഞ്ഞാൽ P3. പിന്നെ ആ ഇക്വേഷൻ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത് വേറൊരു ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ തന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ 90 watt പവർ ഹൗസ് ഇസ് കണക്റ്റഡ് ടു ദി ഇൻപുട്ട് ഓഫ് എ ഡയറക്ഷണൽ കപ്ലർ with C is equal to 20 dB, D equal to 35 dB and insertion loss of 0.5 dB. Find the output power at through coupled and isolated ports. അതായത് തിരിച്ച് ചോദിച്ചേക്കുവാണ്. ഇവിടെ നമുക്ക് സിയും ഡിയും കൊടുത്തിട്ട് ഇൻസേർഷൻ ലോസും തന്നിട്ട് നമ്മളോട് കാണാൻ ചോദിച്ചേക്കണേ കപ്പിൾഡ് പവർ, അതായത് P4ൽ വരുന്ന ഔട്ട്പുട്ട്, P3ൽ വരുന്ന ഔട്ട്പുട്ട്, P2ൽ വരുന്ന ഔട്ട്പുട്ട് കാണാനാണ് നമ്മളോട് ചോദിച്ചേക്കണത്. അപ്പൊ നമ്മൾ തിരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കണത് സി ഇസ് ഈക്വൽ ടു 20 dB ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ അറിയാം, സി ഇസ് ഈക്വൽ ടു 10 log P1 by P4. P1 നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ ആണ് PI, P4 എന്ന് പറഞ്ഞാൽ കപ്പിൾഡ്, അതാണ് PF എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തേക്കണ എന്താണ്, സി ഈക്വൽ ടു 20. അപ്പൊ ഞാൻ എഴുതി 20 ഇസ് ഈക്വൽ ടു 10 log PI by PF. അപ്പൊ PI by PF എന്ന് പറഞ്ഞാൽ ഇത് ആന്റി ലോഗ് എടുക്കുമ്പോൾ 10⁻² എന്ന് വരും. അപ്പൊ 10⁻² എന്ന് പറയുമ്പോൾ 100 വരും. അപ്പൊ PI ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് 90 watt പവർ ഹൗസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവർ എത്രയാണെന്നാ കൊടുത്തേക്കണേ, 90 watt ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടാം, 90 divided by 100 ചെയ്യുമ്പോൾ എന്റെ ഫോർവേഡ് പവർ അല്ലെങ്കിൽ ഇതിന് പറയുന്നതാണ് കപ്പിൾഡ് പവർ. അപ്പൊ നമ്മൾ ഒരു ആൻസർ കണ്ടുപിടിച്ചു. നമ്മളോട് ഒന്ന് ചോദിച്ചേക്കണ എന്താണ്, കപ്പിൾഡ് പവർ. അപ്പൊ കപ്പിൾഡ് പവർ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്, ദാറ്റ് ഇസ് PF. PF എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം, കപ്പിൾഡ് പവർ. അപ്പൊ ആൻസർ കിട്ടി 0.9 watt. ഇനി അടുത്ത് നമുക്ക് ഡയറക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഡയറക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 35 ഈക്വൽ ടു 10 log P4 by P3 ആണ്. P4 എന്ന് പറഞ്ഞാൽ ഫോർവേഡ് കപ്പിൾഡ് പവർ,
P3 എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് പോർട്ടാണ് അല്ലെങ്കിൽ ഡീകപ്പിൾഡ് പവർ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം PB കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിന്റെ ആന്റിലോഗ് എടുക്കുമ്പോൾ 10⁵3.5 എന്ന് വരും. PF ഓൾറെഡി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് PB കിട്ടും. PB എന്ന് പറയുന്നത് 284.6 മൈക്രോവാട്ട് എന്ന് പറഞ്ഞാൽ ഈ PB എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ ഐസൊലേറ്റഡ് പോർട്ടിന്റെ പവർ ആണ്. അപ്പോൾ നമ്മൾ കപ്പിൾ പവറും കണ്ടുപിടിച്ചു, ഐസൊലേറ്റഡ് പോർട്ടും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പോർട്ട് 2-ലുള്ള പവർ ആണ് കാണേണ്ടത്. പോർട്ട് 2-ലുള്ള പവർ കാണണമെങ്കിൽ ആദ്യം ഇത്രയും കിട്ടിയതിൽ നിന്ന് റിസീവ്ഡ് പവർ കാണണം. റിസീവ്ഡ് പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള പവർ മൈനസ് കപ്പിൾ ചെയ്ത പവർ മൈനസ് ബാക്ക്വേർഡ് പവർ. എന്നാലേ എത്രമാത്രം റിസീവ് ചെയ്തെന്ന് അറിയാൻ പറ്റൂ. PI ഓൾറെഡി ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ട് 90. PF ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 0.9. PB നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് കൊടുത്തപ്പോൾ നമുക്ക് PR കിട്ടി 89.09 വാട്ട്. ഇനി അതിനെ DBയിൽ കാണണം. DBയിൽ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 10 log PI/PR ആണ്. PI എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് പവർ. ഇൻപുട്ട് പവർ എത്രയാണ്? 90. ഇപ്പം നമുക്ക് കിട്ടിയ റിസീവ്ഡ് പവർ. അപ്പോൾ ആ റേഷ്യോ എടുക്കുമ്പോഴാണ് എത്രമാത്രം എഫക്റ്റീവായിട്ട് കിട്ടിയെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ PR = 0.044 dB എന്ന് കിട്ടി. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, ഇൻസേർഷൻ ലോസ്. അതായത് ഈ ഡിവൈസ് ഇടയ്ക്ക് കയറ്റിയപ്പോൾ ഒരു ലോസ് പ്രൊഡ്യൂസ് ചെയ്തു, അതാണ് ഇൻസേർഷൻ ലോസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടിയ ആൻസറിന്റെ കൂടെ ഇതും കൂടെ മൈനസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയ PR-ഉം DB എത്രയാണ്? 0.044 dB ആണ്. അപ്പം നമുക്ക് എഫക്റ്റീവ് റിസീവ്ഡ് പവർ PR' = PR മൈനസ് ഇൻസേർഷൻ ലോസ്. അപ്പോൾ 0.044 മൈനസ് 0.5 എന്ന് പറഞ്ഞാൽ എന്താ? PR' = മൈനസ് 0.45 dB. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നു എന്നുള്ളത്, അതായത് തിരിച്ച് ചോദിച്ചാലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി തന്നേക്കണതാണ്. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഈ മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ആയി. ഇപ്പോൾ പോർഷൻസ് എല്ലാം നോക്കുക, നന്നായി പഠിക്കുക. ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ഈസിയർ ആയിട്ടുള്ളൊരു മോഡ്യൂളും സ്കോർ ചെയ്യാൻ പറ്റുന്ന മോഡ്യൂളും ആണ്. അപ്പം നന്നായിട്ട് പഠിച്ച് ക്വസ്റ്റ്യൻസും നോക്കുക, പോർഷൻസ് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.